നോബൽ മാരക്കാരൻ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, E20 ജനതാ പാർട്ടിക്ക് നിലവിൽ 482K ആണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. വലിയ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. 100% ഒറിജിനലായ ഇന്ധനം ഉപയോഗിക്കണം, അതും ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ ഉപയോഗിക്കണമെന്ന അവകാശം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാധു, E20 ജനതാ പാർട്ടിയുടെ സമൂഹ മാധ്യമ പേജ് അതിവേഗം മുന്നോട്ട് പോവുകയാണ്. അതിപ്പോൾ 5 ലക്ഷത്തിലേക്ക് ഇന്ന് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും E20 വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ അടക്കം ആഹ്വാനം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തരത്തിൽ വലിയ വിജയം ആയിരുന്നു ആ മാർച്ചുകളൊക്കെ. അതിനു പിന്നാലെയാണ് ഈ പറഞ്ഞ E20 ജനതാ പാർട്ടിയും രംഗത്തേക്ക് വരുന്നത്. അവരുടെ മാർച്ചടക്കം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. നിലവിൽ ഇപ്പോൾ ദില്ലിയിലെ പല ടാക്സി അസോസിയേഷനൊപ്പം ടൂറിസ്റ്റ് അസോസിയേഷനൊക്കെ E20ക്കെതിരെ ഓഗസ്റ്റ് 4 വലിയ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ദില്ലി ജന്തർ മന്ദറിലാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിഷയം ഇപ്പോൾ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസ് MP ഹൈബി ഈഡൻ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തു. ബാക്കിയെല്ലാ നടപടികളും നിർത്തിവെച്ചുകൊണ്ട് E20യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യണം എന്നാണ് ഹൈബി ഈഡൻ ആവശ്യപ്പെടുന്നത്. ഒരു വശത്ത് സമൂഹ മാധ്യമ കൂട്ടായ്മ ഈ വിഷയം സജീവമായി തന്നെ ഉയർത്തുന്നു. മറുവശത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയം ഉയർത്തുന്നു. വരും ദിവസങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ചോദ്യപേപ്പർ ചോർച്ചയുള്ള നിയമം അടക്കമുള്ള കാര്യങ്ങളുടെ ചർച്ചകൾ അടക്കം വ്യക്തമാക്കിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ E20 പെട്രോൾ ഉപയോഗവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വെഹിക്കിൾ അസസ്മെന്റും നടത്തിയിട്ടില്ല എന്ന് കേന്ദ്രം തന്നെ പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസസ്മെന്റും നടത്താതെയാണ് ഇത്തരത്തിലുള്ള നയപരമായ തീരുമാനമെടുക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് പാർലമെന്റിൽ ഒരു ചർച്ച വന്നാൽ കേന്ദ്രത്തിന് അതിനെ ന്യായീകരിക്കാൻ കഴിയുക? മധു, പാർലമെന്റിൽ ഒരു ചർച്ച വരുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ അടുത്ത കാലത്തും നമുക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ അടിയന്തര പ്രമേയങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നുപോലും ചർച്ച ചെയ്യുന്ന ചരിത്രം ഈ 12 വർഷത്തെ മോദി ഭരണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ചർച്ച വരും എന്നൊരു കാര്യം ഇതിൽ ഉദിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും മധു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിന്നും വേണ്ട പഠനങ്ങൾ നടത്താതെയാണ് ഈ നയങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോയത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് പലയിടത്തും വാഹനങ്ങൾ നിരന്തരം കംപ്ലൈന്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ട് എഞ്ചിൻ പ്രശ്നങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം വാഹനങ്ങളുടെ മൈലേജ് കുറയുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നിതിൻ ഗഡ്കരി തന്നെ നേരത്തെ സമ്മതിക്കുകയും ചെയ്തതാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി തന്നെ കേന്ദ്ര സർക്കാരിനെ ഉയർത്താനാണ് പ്രതിപക്ഷ കക്ഷികളുടെയും മറ്റീ പറഞ്ഞ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുടെയൊക്കെ തീരുമാനം. ഇതിൽ ശുദ്ധമായ പെട്രോൾ ലഭിക്കുക എന്ന അവകാശമാണ് സംരക്ഷിക്കപ്പെടണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 4 നിലവിൽ ടാക്സി സംഘടനകളാണ് പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ പോലും വരുന്ന ശനിയാഴ്ച അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ യോഗങ്ങളടക്കം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ നിലവിലത്തെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വലിയ പ്രക്ഷോഭം പോലെ ഇതും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിതിൻ ഗഡ്കരിക്കായിരിക്കും ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ശ്യാം ദേവരാജുമാണ് വിവരങ്ങൾ നൽകുന്നത്. തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ E20 ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നിതിൻ ഗഡ്കരിക്ക് മനസ്സിലാകുന്നുമുണ്ട്. അതുകൊണ്ടാണ് അപകീർത്തികരമായ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യണം, അതിന് ആവശ്യമായ നിർദ്ദേശം സമൂഹ മാധ്യമങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത്.